ഹല്ലേലൂയ. നമ്മൾ യൂദായുടെ ലേഖന പഠന പരമ്പരയ്ക്കകത്താണ്. നമ്മൾ 7-ാം വാക്യത്തെ ഇന്നലെ ധ്യാനിച്ചു. അതിനകത്ത് സൊദോം ഗൊമോറ പട്ടണങ്ങൾ മാത്രമല്ല, സൊദോം ഗൊമോറയുടെ ചുറ്റുമുള്ള പട്ടണങ്ങൾ കൂടെ ശിക്ഷയ്ക്ക് അകപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സൊദോം ഗൊമോറയിലെ പാപങ്ങൾക്ക് സമമായ പാപങ്ങൾ ചെയ്ത ചുറ്റുമുള്ള പട്ടണങ്ങൾ, അതുപോലെ നടന്ന ചുറ്റുമുള്ള പട്ടണങ്ങൾ, വേർപാടിന്റെ ആവശ്യകതയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് നമുക്ക് വീണ്ടും അതേ വാക്യത്തിലേക്ക് വരാം. യൂദായുടെ ലേഖനം 7-ാം വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാമത്. അതുപോലെ സൊദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. സൊദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങൾ. അടുത്ത ഭാഗം, അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ. അന്യജഡം മോഹിച്ച് നടന്നു. ഇന്ന് ഞാൻ അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു പ്രധാന പാപം ഇതായിരുന്നു, അന്യജഡം മോഹിക്കുക. എന്താണ് ഈ അന്യജഡം മോഹിക്കുക? അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഫ്ലഷ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. നമുക്കൊരു പരിചയവും ഇല്ലാത്ത, നമുക്കൊരു ബന്ധവുമില്ലാത്ത, നമ്മുടെ ആരുമല്ലാത്ത ഒരു ശരീരത്തെ നമ്മൾ ആഗ്രഹിക്കുക. അതാണ് അവരുടെ പാപം. ഫ്ലഷ് ഓഫ് സ്ട്രേഞ്ചർ. അവിടെയാണ് പാപം സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രേഞ്ചറിന്റെ ഫ്ലഷിനെ ആഗ്രഹിക്കുന്നതാണ് പാപം. സൊദോമും ഗൊമോറയിലേക്കും വരുമ്പോൾ നമുക്ക് കാണാം, അവിടെ 2 പുരുഷന്മാർ ലോത്തിന്റെ വീട്ടിൽ കയറി. ഈ പുരുഷന്മാരെ ഇവർക്ക് ഒരു പരിചയമില്ല. അവരേത് വീട്ടിലെയാ, ഏത് നാട്ടിലെയാ ഒന്നും അറിയത്തില്ല. എവിടെ നിന്നോ വന്ന 2 പേർ. പക്ഷെ അവരുടെ ശരീരത്തോട് ഇവർക്ക് ആകർഷണം തോന്നുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും പത്രങ്ങളിൽ വളരെ വിരളമായി കേൾക്കും, വിദേശികളോട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ. പരിചയമില്ലാത്തവന്റെ ശരീരത്തെ മോഹിക്കുക. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ വി ക്യാൻ ലവ് ദ ഫ്ലഷ്. നമുക്ക് ശരീരങ്ങളെ സ്നേഹിക്കാം, നമുക്ക് മാംസത്തെ സ്നേഹിക്കാം, നമുക്ക് ഒരുവന്റെ ശരീരത്തെ സ്നേഹിക്കാം. ആരുടെ ശരീരത്തെ സ്നേഹിക്കാം? നമുക്കുള്ളവരുടെ ശരീരത്തെ സ്നേഹിക്കാം. ഡു നോട്ട് ലവ്, ഡു നോട്ട് കവറ്റ് ഓൺ ദ ഫ്ലഷ് ഓഫ് സ്ട്രേഞ്ചർ. നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാം, നിങ്ങളുടെ ഭർത്താവിന്റെ ശരീരത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാം, നിങ്ങളുടെ പിതാവിന്റെ മാർവോട് നിങ്ങൾക്ക് ചേർന്ന് കിടക്കാം, നിങ്ങളുടെ മാതാവിന്റെ മടിത്തട്ടിൽ നിങ്ങൾക്ക് ഉറങ്ങാം, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാം. പക്ഷേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ജഡത്തെ, പരിചയമില്ലാത്ത ശരീരത്തെ, നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവരുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കരുത്, അതിനെ ആഗ്രഹിക്കരുത്. ഈ പറയുന്ന ഏതെങ്കിലും സിനിമാക്കാരുമായിട്ട് നിങ്ങൾക്ക് ബന്ധങ്ങളുണ്ടോ? അവരെ വല്ല പരിചയവുമുണ്ടോ? ഒരു പരിചയവുമില്ലാത്ത മോഡലുകൾ, ഒരു പരിചയവുമില്ലാത്ത ആക്ടേഴ്സ്, ഒരു പരിചയവുമില്ലാത്ത ആക്ട്രസസ്, ഒരു പരിചയവുമില്ലാത്ത സെലിബ്രിറ്റീസ്, അവരുടെ ജഡത്തെ മോഹിക്കുന്നത് പാപമാണ്. അവരുടെ ജഡത്തെ, അവരുടെ മാംസത്തെ, അവരുടെ ശരീരത്തെ നോക്കുന്നത് പാപമാണ്. അത് മോഹിക്കരുത്. എന്നാൽ സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഞാനതിലേക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോവുകയല്ല. സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിന്റെ യൗവനത്തിലെ ഭാര്യയിലും അവരുടെ ശരീരത്തിലും നിനക്ക് സന്തോഷിക്കാം. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ബന്ധങ്ങൾക്കകത്തു നിന്ന് അവന്റെ വികാരങ്ങളെ അവന് സമാശ്വസിപ്പിക്കാം. പക്ഷേ ആ ബന്ധങ്ങൾക്ക് പുറത്ത് നിനക്ക് രക്തബന്ധമില്ലാത്ത, നിനക്ക് ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ നീ ആഗ്രഹിക്കരുത്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അന്യജഡം. അന്യജഡം എന്ന് പറയുമ്പോൾ ആമേൻ, ഫ്ലഷ് ഓഫ് സ്ട്രേഞ്ച്. അപരിചിതന്റെ ശരീരത്തെ മോഹിക്കരുത്. 2,
വേറെ ഒരുവന്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന ശരീരത്തെ മോഹിക്കരുത്. വേറെ ഒരുവന്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന ശരീരത്തെ മോഹിക്കരുത്. നിന്റേതല്ലാത്തതിനെ മോഹിക്കരുത്. നിനക്ക് പരിചയമില്ലാത്തതിനെ മോഹിക്കരുത്. നിന്റേതാണോ നിനക്കതിനെ ആവോളം കൊണ്ടു നടക്കാം, സ്നേഹിക്കാം, പരിചരിക്കാം, ശുശ്രൂഷിക്കാം, പോറ്റിപ്പുലർത്താം, നിനക്കതിനെ ഇഷ്ടപ്പെടാം. ആ ഒരു തീരുമാനം അത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്നതാണ്. അന്യജഡം മോഹിച്ചു, അന്യജഡം മോഹിച്ചു, ഫ്ലഷ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അടുത്ത ഭാഗത്തിലേക്ക്, ഏതെങ്കിലും ഒരു വ്യക്തിയുമായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ആകർഷണം തോന്നിയാൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം, ഹു ഈസ് ഹി ഓർ ഷീ ടു മീ? അവൻ അല്ലെങ്കിൽ അവൾ എനിക്കാരാ? എനിക്കൊരു ബന്ധവുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവനെ ആഗ്രഹിക്കുന്നത്? പിന്നെ ഞാൻ എന്തിനാ അവളെ ആഗ്രഹിക്കുന്നത്? അന്യജഡം മോഹിക്കരുത്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇവിടെ ഒരു ശിക്ഷാവിധിയെ നമുക്ക് കാണുകയാണ്. മുൻപേ നമ്മൾ കണ്ടിരുന്നു 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശിക്ഷാവിധി അന്ധകാരത്തിന്റെ കീഴിലാണ്, ഹിഡൻ ജഡ്ജ്മെന്റ്, ഹിഡൻ പണിഷ്മെന്റ്. ആ ശിക്ഷ ആരും കാണുന്നില്ല. പക്ഷെ 7-ാം വാക്യത്തിൽ പറയുകയാണ് ദൃഷ്ടാന്തമായി, അടയാളമായി, എക്സാമ്പിളായി കിടക്കുന്നതായിട്ടുള്ള ശിക്ഷാവിധി. ദൈവം ചിലരെ പരസ്യ ശിക്ഷകൾക്ക് നൽകും. എന്തിന്? മറ്റുള്ളവരുടെ മാനസാന്തരത്തിനായി. സംഖ്യാപുസ്തകം 26-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 26:10, ഭൂമി വായി തുറന്നു അവരെയും കേരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു, അവർ ഒരു അടയാളമായി തീർന്നു. മത്സരിയായ കോരഹും കൂട്ടരും കൂടെയുള്ള 250 പേരും അവർ കൊല്ലപ്പെട്ടു. അവർ ഭൂമി വായ് പിളർന്ന് വിഴുങ്ങപ്പെട്ടു, തീ അവരെ ദഹിപ്പിച്ചു. അതൊരു രഹസ്യ ശിക്ഷയായിരുന്നില്ല, അതൊരു പരസ്യ ശിക്ഷയായിരുന്നു. ആ പരസ്യ ശിക്ഷ ലോകത്തിന് ഒരു പാഠമായി തീർന്നു. ഞാൻ അതിൽ നിന്ന് 2 കാര്യങ്ങൾ പറയാം. നമ്മുടേതല്ലാത്ത ഒരു ശരീരത്തെ ആഗ്രഹിച്ചാൽ ദൈവം പരസ്യമായ ശിക്ഷകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നോ, നമ്മൾ പരസ്യമായ ശിക്ഷകളിലേക്ക് ഇറങ്ങരുത്. അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കരുത്. ദേശത്തിന്റെ മുൻപാകെ, നഗരങ്ങളുടെ മുൻപാകെ നമ്മൾ പരസ്യ കോലങ്ങളാകുവാൻ ദൈവത്തിന്റെ പരസ്യ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കപ്പെടരുത്. പകരം അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അപ്പന്റെ പാദപീഠത്തിങ്കിലിരുന്ന് ശിക്ഷയും ബാലശിക്ഷ കഴിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കാം. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ, ലോകത്തിൽ ഓരോ ശിക്ഷാവിധി നടക്കുമ്പോഴും അത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. ലോകത്തിൽ ഓരോ ന്യായവിധി നടക്കുമ്പോഴും അത് നമുക്ക് ഭയപ്പെടുവാനുള്ള പാഠമാണ്. ലോകത്തിൽ ഓരോ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും അത് നമ്മെ തന്നെ കണ്ടുണരുവാൻ ഉള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് മത്തായി 24, ലൂക്കോസ് 21 വരുമ്പോൾ ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് പറയുന്നത്. അതേ സഹോദരങ്ങളെ, നമുക്ക് ദൃഷ്ടാന്തമായ ശിക്ഷാവിധികളെ നോക്കി ജാഗ്രതയുള്ളവരായിരിക്കാം. മറ്റുള്ളവരുടെ ലോകത്തിന്റെ ശിക്ഷാവിധികളിൽ ദൈവത്തിന്റെ കോടതികളെ കണ്ട്, നമുക്ക് ദൈവത്തിന്റെ ന്യായവിധികളെ കണ്ട് നമുക്ക് ഭയമുള്ളവരായിരിക്കാം. ഈ വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള, ക്രമീകരണത്തിന് വേണ്ടിയുള്ള, ജയത്തിന് വേണ്ടിയുള്ള നല്ല ബുദ്ധി ഉപദേശങ്ങളെ ഇവിടെ നമുക്ക് നൽകുകയാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, അവർ ശിക്ഷിക്കപ്പെട്ടത് ദൃഷ്ടാന്തത്തിനും ബുദ്ധി ഉപദേശത്തിനുമാണ്. ലോകത്തിന്മേൽ വരുന്ന ശിക്ഷാവിധികളെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനാക്കി മാറ്റിയെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. വിശുദ്ധരും നിഷ്കളങ്കരുമായി കർത്താവിന്റെ മുൻപാകെ തേജസ്സോടെ നിൽക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.